കൊടുംചൂടിന് ആശ്വാസമായി പലയിടത്തും മഴ പെയ്തു. പക്ഷേ ചൂടിന്റെ കാഠിന്യം അത്രയൊന്നും കുറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാഴ്ച കണ്ണൂരിൽ നിന്ന് പങ്കുവയ്ക്കാനുണ്ടായെന്നാണ് അർജുൻ കല്യാട് പറയുന്നത്. കണ്ണൂർ പട്ടാന്നൂരിൽ 3000-ഓളം നേന്ത്രവാഴകൾ ഈ ചൂടുകാലത്ത് കരിഞ്ഞുണങ്ങി. കടുത്ത വേനലിനെ ഒരു ദുരന്തമായി പ്രഖ്യാപിക്കാത്തതുകൊണ്ട് കർഷകർക്ക് ₹1 പോലും നഷ്ടപരിഹാരം കിട്ടുന്നുമില്ല. മഴ പെയ്താലും വേനലായാലും കർഷകന് ദുരിതം മാത്രം ബാക്കിയെന്നാണ് അർജുൻ കല്യാട് പറയുന്നത്. ബാക്കി നമുക്ക് കേൾക്കാം. പേര് തമ്പാൻ, വയസ്സ് 52, +2-ലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 മക്കൾ, ഭാര്യ. കുടുംബം മുന്നോട്ടു പോകുന്നത് കൃഷിയിലൂടെ. ഇപ്പോൾ കടുത്ത വേനലിൽ കരിഞ്ഞുണങ്ങിപ്പോയത് ഈ കുടുംബത്തിൻ്റെ പ്രതീക്ഷകളാണ്. 5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 3000-ഓളം നേന്ത്രവാഴ കൃഷി ചെയ്തത്. കൊടും ചൂടിൽ ഒന്നുപോലും ബാക്കിയായില്ല. കണ്ണീരിൻ്റെ ഉപ്പ് രുചി കൊണ്ട് വയറ് നിറക്കുകയാണ് ഈ കുടുംബം. 2000-ൽ പരം വാഴ നട്ടതാണ്. അതിൽ ഒരു 10-100 വാഴ മാത്രമേ കൊല വെട്ടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞുള്ളൂ. സാധാരണ നമുക്ക് ഏപ്രിൽ മെയ്യിലാണ് പുഴക്ക് ഉപ്പുവെള്ളം കയറുന്നത്. അപ്പോൾ ഈ 2 വർഷമായിട്ട് കൊടിയ വരൾച്ച കൊണ്ടാണെന്ന് അറിയില്ല, ഉപ്പുവെള്ളം നേരത്തെ ഒരു ജനുവരി അവസാനം തന്നെ ഉപ്പുവെള്ളം കയറുന്നു. ഉപ്പുവെള്ളം അടിക്കുന്നതോടുകൂടി ഫെബ്രുവരി അവസാനത്തോടുകൂടി നമ്മളെ നില തെറ്റി. കാരണം വാഴ ഒടിഞ്ഞൊടിഞ്ഞ് പോവുക. ചൂട് കൂടിയാൽ കടലിൽ നിന്നും ഉപ്പുവെള്ളം പുഴയിലേക്ക് കയറും. അതോടെ വാഴ നനക്കാൻ കഴിയാത്ത അവസ്ഥയാകും. കൂട്ടത്തിൽ ചൂട് അസഹനീയമായതോടെ ഓരോന്നോരോന്നായി നിലം പൊത്തി തുടങ്ങി. കർഷകന്റെ നടുവും ഒടിഞ്ഞു. എൻ്റെ ജീവിത യാഥാർത്ഥ്യം എല്ലാം പ്രൂഫബിളായിട്ടുള്ള തെളിയിക്കപ്പെടുന്ന സത്യങ്ങളാണ്. ബാങ്ക് ബാലൻസ്, കടം, അത് ഈ പണി എടുത്തുകൊണ്ട് മാത്രമാണ്. അപ്പോൾ പിന്നെ സങ്കടം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ട്. അധ്വാന കൂലി പോലും നഷ്ടപ്പെട്ടു വന്ന സാഹചര്യം തന്നെ നഷ്ടം തന്നെയല്ലേ. പ്രളയത്തിൽ വെള്ളം കയറി കുറേയേറെ കൃഷി നശിച്ചതാണ്. ജീവിക്കാൻ മറ്റു മാർഗമില്ല. വീണ്ടും കൃഷിയിലേക്ക്, അതും ചൂടിൽ വെന്തുരുകി. എൻ്റെ ഇതുള്ള അനുഭവം വെച്ചിട്ട് കൃഷി വകുപ്പിനൊന്നും നമുക്ക് തരാൻ സാധിക്കും തോന്നുന്നില്ല. എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അവരെ സമീപിക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കാണിച്ചുകൊണ്ടൊരു അപേക്ഷ കൊടുക്കാൻ തയ്യാറാണ്. കടുത്ത വേനലിനെ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിനാൽ കർഷകർക്ക് ₹1 പോലും നഷ്ടപരിഹാരം ലഭിക്കില്ല. കൊടും ചൂടാണ്. കരിഞ്ഞുണങ്ങിപ്പോയത് ഒരു കർഷകന്റെ പ്രതീക്ഷകൾ. ചുട്ടുപൊള്ളുന്ന വെയിലിലും തണലാകുന്നത് തല കരിഞ്ഞുപോയ വിളകളാണ്. അത്ര പോലും നമ്മുടെ സംവിധാനങ്ങൾക്ക് തണലാകാൻ കഴിയുന്നില്ല. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുബൈശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ. നമുക്ക് തോന്നും ഒരു കുലയല്ലേ, അല്ലെങ്കിൽ കുറച്ച് കുല കരിഞ്ഞു പോയതല്ലേ, അതിപ്പോൾ ചൂടാകുമ്പോൾ കരിയില്ലേ എന്നൊക്കെ നമുക്ക് നിസ്സാരമായി തോന്നും. പക്ഷേ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ കുടുംബങ്ങൾക്ക് അത് വലിയ ഒരു തകർച്ച തന്നെയാണ്. മാസങ്ങളോളം പണിയെടുക്കുമ്പോൾ അതിൻ്റെ ഫലമെത്തി വിളവെടുക്കാറാകുമ്പോഴേക്കാണ് ചൂട് ഇങ്ങനൊരു വില്ലനായി എത്തിയത് എന്നുള്ളതാണ് കാഴ്ച. അപ്പോൾ